ലോക്കൽ ബോഡി ഇലക്ഷനാണ് വരുന്നത്. പല സ്ഥലത്തും സ്ഥാനാർത്ഥികളെ അനിശ്ചിതാവസ്ഥയിൽ കുറെ കറക്കുന്ന നിങ്ങളൊരു നിർദ്ദേശം വെക്കുകയാണ്. അല്ല, ഞങ്ങൾക്ക് ഇവിടെയൊക്കെ കാര്യങ്ങൾ അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാം വളരെ രമ്യമായിട്ട് നല്ല നിലയിൽ തീർന്നു പോകുന്നുണ്ട്. മുന്നണി സംബന്ധമായ കാര്യങ്ങളും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളുമൊക്കെ കൈകാര്യം ചെയ്തു വരികയാണ്. ഒക്കെ ഫൈനലാകുന്ന സ്ഥിതിയിലാണ്. മുമ്പത്തെ അപേക്ഷിച്ച് വളരെ വളരെ മുമ്പിലാണ് കാര്യങ്ങൾ. പല പേരുകൾ ആലോചിച്ചിട്ടല്ലേ ഒരു പേരിലേക്ക് എത്തുക. തീർച്ചയായിട്ടും ഒരു പേരുമായിട്ട് എല്ലാ വാർഡിലും ഞങ്ങൾ രംഗത്ത് വരും. അത് ലോക്കൽ ബോഡീസിൽ എല്ലാവർക്കും അത്യാവശ്യമുള്ളതാണ്. കാരണം ഒരു പേരിൽ പല പേരുകൾ ആലോചിച്ച് പിന്നെ ഒരു പേരിലേക്ക് എത്തുമ്പോൾ നല്ലൊരു നോവുണ്ടാവും. എല്ലാം പൂർത്തിയായി. അല്ലല്ല, ഞാനിത് ഇതിൻ്റെ ഇടയിലൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നും നിലനിൽക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ എല്ലാം സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ തീർത്തു. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായി നടന്നു വരികയാണ്. പണ്ടത്തെ അപേക്ഷിച്ച് UDF എല്ലായിടത്തും വളരെ മുമ്പിലാണ്. അല്ല, അത് എനിക്കറിയില്ല. അത് അവർക്ക് അറിയുള്ളൂ എത്ര സീറ്റ് എന്ത് ചെയ്ത് ഡീറ്റെയിൽസ് പ്രശ്നങ്ങൾ ഇവിടുത്തെ തീരുമാനം. അപ്പോൾ സംസ്ഥാനത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടോ? അവർക്ക് കോഴിക്കോടുണ്ടായിരുന്ന സീറ്റ് തിരിച്ചെടുക്കുകയും ചെയ്തു UDF. നേരത്തെ സഖ്യ തീരുമാനം ഒന്നും എടുത്തിട്ടില്ലല്ലോ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ റിസർച്ച് ഞങ്ങളെ പിന്നാലെ തന്നെ കൂടണ്ട. അപ്പുറത്തൊന്ന് നോക്ക്, വാർഡുകളിലൊക്കെ ആരൊക്കെ ആയിട്ടാണ് എന്നുള്ളത്. അവർ LDF ആയിട്ട് ഞങ്ങൾ UDF ആയിട്ട് തന്നെയാണ്. ഫലത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ റിസർച്ച് ചെയ്ത് അവസാനം കണ്ടുപിടിച്ചാൽ മതി. അവിടെയാണോ കുഴപ്പം, ഇവിടെയാണോ കുഴപ്പം. അതിൽ കൂടുതൽ ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല. വാർഡുകളെ പിൻവലിക്കുന്ന ഡേറ്റൊക്കെ നോക്കുമ്പോൾ നിങ്ങളൊന്ന് റിസർച്ചും കൊണ്ട് ഇറങ്ങിയാൽ മതി. അപ്പം അറിയാം. മുസ്ലിം ലീഗിന്റെ ഒരു സ്റ്റാൻഡ് എന്താണ്? അല്ല, SIRനെ സംബന്ധിച്ച് പൊളിറ്റിക്കലായിട്ട് നഖശികാന്തം ഞങ്ങൾ എതിർക്കുകയാണ്. ഇന്നലെ CMന്റെ ഓൾ പാർട്ടി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ എല്ലാവരും ഒറ്റക്കെട്ട്, BJP ഒഴിച്ച് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കൂട്ടത്തോടുള്ള SIR വോട്ട് ചേർക്കൽ, മാറ്റൽ ഒക്കെ വളരെ അധികം ആശങ്ക രാഷ്ട്രീയ പാർട്ടികൾക്ക് മുഴുവൻ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ SIR ആയിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും വെറുതെ ഇരിക്കരുത്. അവനവൻ്റെ വോട്ട് അത് നമ്മുടെ പൗരൻ്റെ ഒരു അവകാശമാണ്, രേഖയാണ്. അതൊരു പൗരത്വാവകാശം തന്നെയാണ്. അതുകൊണ്ട് ഒരാളും നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാൻ പറ്റില്ല, വിട്ടുകൊടുക്കാൻ പാടില്ല. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു പൗരനും വിട്ടുകൊടുക്കാൻ പാടില്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറിയിട്ടേ നിൽക്കാൻ പാടുള്ളൂ. അതാണ് അത് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറുക എന്നുള്ളത് പൗരൻ്റെ അവകാശമാണ്. അത് ഇന്ത്യയിൽ ഒരാളും വിട്ടുകൊടുക്കാൻ പാടില്ല. ഇത് ചെയ്യുന്ന രീതിയെക്കുറിച്ച് ഞങ്ങൾ കോടതിയിൽ പോവുക എന്നൊക്കെ പറഞ്ഞ ഓൾ പാർട്ടി തീരുമാനത്തിൻ്റെ കൂടെ നിൽക്കും. പക്ഷേ പാർട്ടി എന്നുള്ളതിലേക്ക് എനിക്ക് പറയാനുള്ളത്, ഒരാളും പൗരത്വം പകവെച്ച് കൊടുക്കരുത്. വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കാൻ നമ്മൾ തന്നെ എല്ലാ ഏർപ്പാടും ചെയ്യണം. ഓഫീസർ വന്ന് ചേർത്താലും ചേർത്തില്ലെങ്കിലും നമ്മളിപ്പോൾ അവിടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ നമ്മളെ വോട്ട് നമ്മുടെ അവകാശമാണ്. അത് ചേർക്കണം എന്ന് വിചാരിച്ചാൽ ചേർക്കും. അതെല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ലീഗിൻ്റെ എന്തായി നന്നാട് പോയി നോക്കിയാൽ മതി, അപ്പോൾ മനസ്സിലാവും. തീവ്രം പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 10-27 അല്ല, അതില്ല, 27 വീടിൻ്റെ പണി കഴിഞ്ഞു. എണ്ണം കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഒരുപാട് വീടിൻ്റെ പണി കഴിഞ്ഞു. അനുദിനം നടന്നുകൊണ്ടിരിക്കുന്നു. യാതൊരു കുഴപ്പമില്ലാതെ ദിവസം തകൃതിയായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പോയി നോക്കിയാൽ കാണാം.